ഇതൊരു യുദ്ധമാണ്, ചില നടന്മാർ തമ്മിലുള്ള യുദ്ധമാണ്. സിനിമാ സെറ്റിൽ MDMA മറ്റുള്ള കഞ്ചാവൊക്കെ നടക്കുന്നു. ഒരാളുടെ സെറ്റിൽ നിന്ന് MDMA പിടിക്കുന്നു. എറണാകുളത്ത് ഒരു നിശാ പാർട്ടിയിൽ കഞ്ചാവ് പിടിക്കുന്നു. കഞ്ചാവ് ആര് കൊടുത്തു? അപ്പം നിങ്ങൾ ഇനി കുറേ പ്രമുഖരെ പേര് ഇനി അതേ കഥ കേൾക്കും കഞ്ചാവുമായി ബന്ധപ്പെട്ടിട്ട്. മലയാള സിനിമയിൽ ഭാവിയെ പറ്റി പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു നടനാണ് പൃഥ്വിരാജ് കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു നടനാണ്. പിന്നെ ഞാൻ കണ്ട നടന്മാരിൽ ഒരാൾ സന്തോഷ് പണ്ഡിറ്റാ. മലയാള സിനിമ 80-90% തീർന്നു. 2028 ഈ ഇൻ്റർവ്യൂ കാണും. 5 വർഷത്തിന് ശേഷം മലയാള സിനിമ 80-90% തീരുള്ളൂ. എല്ലാം ഡിജിറ്റലിലേക്ക് വരും. കാരണം തിയേറ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ തീർന്നു. നിങ്ങൾ ഓവറായി ഈ നടീനടന്മാർക്ക് ബഹുമാനം കൊടുക്കുന്നു. ഈ സൂപ്പർ സ്റ്റാറുകൾക്കും സൂപ്പർ സംവിധായകർക്കും കൊടുക്കുന്ന ബഹുമാനത്തിൻ്റെ 10-1 ഇവിടുത്തെ കർഷകർക്കും ഇവിടുത്തെ സൈനികർക്കും ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാർക്കും നിങ്ങൾ പറയുന്ന നേഴ്സിംഗ് അടക്കമുള്ള കഷ്ടപ്പെട്ട് ചെയ്യുന്ന അവർക്ക് കൂടെ കൊടുക്കും. ഈ സിനിമ പോലെ തന്നെ രാഷ്ട്രീയം വരുന്നല്ലേ. ഇപ്പം വിജയ് തന്നെ എടുത്തു നോക്കിയാലും ഇവർ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്നുണ്ട്. പറഞ്ഞല്ലോ, എല്ലാത്തിൻ്റെയും പ്രധാനം ജെന്യൂനിറ്റിയാണ്. നിങ്ങൾ അതിൽ എത്രമാത്രം ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ നല്ലൊരു നടനാണ്, പക്ഷെ നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയം വേറെയല്ലേ. വിജയ് ഇതിനു മുമ്പ് തന്നെ ഒരു ചെറിയൊരു സാമ്പിൾ ഡോസ് ഇട്ടിരുന്നു. അദ്ദേഹം പറയുന്ന എല്ലാ കാര്യവും ഞാൻ നടത്തി തരുമോ അയാൾ നടത്തിയില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു സാമ്പിൾ ഡോസ് ഇടുകയും 100-ലധികം മെമ്പേഴ്സിന് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളൂ. അദ്ദേഹമാണ് അതിൻ്റെ പിന്നിലെന്ന് എല്ലാവർക്കും അറിയാം. DMK ആയിട്ടൊരു കട്ടയ്ക്കുള്ള ഒരു അടി അദ്ദേഹം നടത്തും. ശരിക്കും അവർ ചെയ്യേണ്ടിരുന്നത്, ഇപ്പോൾ അന്ന് നടി ആക്രമിക്കപ്പെട്ടു, ഒരു കമ്മീഷൻ വെക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ പവർ 15-ന് വലിയ വിവരമില്ല എന്ന് ഞാൻ പറയാനുണ്ടായ ഒരു കാരണം, ആ സമയത്ത് തന്നെ ശരിക്കും സർക്കാരിനോട് അവർ ആവശ്യപ്പെടണമായിരുന്നു, ചേട്ടാ നമുക്ക് ആ ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന അങ്ങനെ പരാതിയുള്ള സ്ത്രീകൾക്ക്, അത് അല്ലെങ്കിൽ സെറ്റിൽ MDMA-യുടെ മദ്യത്തിൻ്റെയൊക്കെ അമിത ഉപയോഗം എന്ന് പറയുന്ന ഈ സ്ത്രീകളെയൊക്കെ വിളിക്കുകയും പവർ 15-ലെ ആൾക്കാരെയും വിളിച്ച്, ഞാൻ പറഞ്ഞല്ലോ 53 ആളുണ്ട്, ആ സമയത്ത് തന്നെ ഒരു സിനിമ കോൺക്ലേവ് വെച്ചാൽ മതിയായിരുന്നു. ബുദ്ധിയാണ് ഞാൻ പറയുന്നത്. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പകരം പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളും അല്ലെങ്കിൽ ഇങ്ങനെ കംപ്ലൈൻ്റ് ഉള്ളവരും ഇവരെയും വെക്കുന്നു. എന്നിട്ട് പറയാം നിങ്ങൾ ഇന്നങ്ങ് പറഞ്ഞ് തീർക്ക് എന്ന് പറഞ്ഞ് സർക്കാർ മിഡിൽ നിന്നിട്ട് എല്ലാ പ്രശ്നവും പറഞ്ഞ് കൈ കൊടുത്ത് പിരിയുക. നടക്കുമെന്ന് എനിക്ക് അറിയില്ല. മാധ്യമത്തിലുണ്ടായിരുന്നു. യെസ്, കാരണം റിപ്പോർട്ട് വന്നാൽ മലയാള സിനിമ തീരുന്നല്ല ഞാൻ പറയുന്ന, വല്ലാതെ ഡാമേജ് ആവുന്ന നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അവരത് ചിന്തിച്ചില്ല. എനിക്ക് തോന്നുന്നു അവർ ചിന്തിച്ചെന്താ പറയുക, ഈ പെണ്ണുങ്ങൾ പിന്നെ അവിടെ പോയിട്ടൊന്നും പറയാൻ പോകുന്നില്ല, മാത്രമല്ല അവളൊക്കെ വന്ന് അവളെ നമുക്ക് ഒതുക്കാം എന്ന ചിന്തയാണ് വെച്ചത്. ഒതുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല, അവൾ എങ്ങനെ തെളിയിക്കാമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നത് തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് ഭാവിയിൽ വരുന്ന ഡാമേജാണ്. അതെ, ഇപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ പുതുതായിട്ട് സിനിമയിൽ വരുന്ന ഒരു പകുതി പെൺകുട്ടികളെങ്കിലും ഒന്നും കൂടെ ശ്രദ്ധിച്ചേ സിനിമ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ലേശം ബോധമുള്ളവരെ കാര്യം ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ കുട്ടികളെ കിട്ടാത്ത പ്രശ്നം വരും. സീരിയസ് ആയുള്ളവരെ കിട്ടും. ഞാൻ പറഞ്ഞ ലേശം ഒരു തരികിടയായി വരുന്ന ആളുകൾ പറയും, ചേട്ടാ എനിക്ക് താല്പര്യമില്ല, എനിക്ക് സിനിമയെ വേണ്ട, എനിക്ക് അങ്ങനെ കിടന്നുകൊടുത്ത് റോള് വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ സിനിമകളുടെ എണ്ണം കുറയാൻ തുടങ്ങും. ഇവിടെ ആൽബങ്ങളുടെ എണ്ണം കുറയാൻ തുടങ്ങും. അല്ല ഞാൻ പറയുന്നത് ഷോർട്ട് ഫിലിമുകളുടെ എണ്ണം കുറയും. കാരണം പല ആൽബങ്ങൾ, ഞാൻ പറയുന്നത് കമ്പനികൾ എടുക്കുന്ന എല്ലാ ആൽബം പുറത്തിറങ്ങാറുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്. അതേസമയം ഈ തട്ടിക്കൂട്ടുള്ള പല ആൽബങ്ങളും പുറത്തിറങ്ങുന്നില്ല. കാരണം പെൺകുട്ടി സഹകരിച്ചാൽ അതിനുശേഷം ഇങ്ങനെ അത് എഡിറ്റ് ചെയ്യുന്നില്ല, അവന്റെ കാര്യം സാധിച്ചു. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ഡയറക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം. പക്ഷേ എഡിറ്റിങ്ങിന് പൈസ പോകും. അപ്പം നിങ്ങൾ ആയിട്ട് പറയാം, ചേട്ടാ അത് യൂട്യൂബിലിട്ട് പൈസ കിട്ടിയോ പിന്നെ ഇവൻ്റെ 5000 കൊണ്ടാണോ ഞാൻ ജീവിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കോടീശ്വരനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചില പെൺകുട്ടികൾ ഈ ഡയറക്ടർ എങ്ങനെയെങ്കിലും ഒരു നിർമ്മാതാവിന് കിട്ടാൻ വേണ്ടിയിട്ട് അയാളോട് പല കള്ളത്തരും പറയുന്നുണ്ട്. ഒരു പെൺകുട്ടി വരുന്നു, ഞാൻ അഭിനയിച്ചു പോവാം, വേറെ കലാപരിപാടിയും നടക്കില്ല എന്ന് പറഞ്ഞു. നമ്മുടെ നിർമ്മാതാവിന് ദേഷ്യം പിടിക്കുന്നു, ഇയാൾ സെറ്റ് ഓടിപ്പോകുന്നു. അപ്പോഴും നിങ്ങൾ എടുത്തു വെച്ച ആൽബം പുറത്തിറങ്ങൂല. അല്ല, ഇത് സിനിമയിൽ സംഭവിക്കാം. ഞാൻ ആൽബം എന്നല്ല, ആൽബം ഞാൻ സ്പെസിഫിക് പറയുന്നത് ഭൂരിഭാഗം ആൽബം പുറത്തിറങ്ങാത്തതുകൊണ്ട് പറയാം കേട്ടോ. കമ്പനികളുടെ ആൽബം ഇറങ്ങാറുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ ഇറങ്ങുന്നില്ല. കാരണം കമ്പനികൾ പ്രൊഫഷണലാണ്. അതെ. അപ്പോൾ ഇത് കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് സർക്കാരിനോട് പറഞ്ഞ് അന്ന് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളും പീഡിപ്പിച്ചവരും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വെച്ച് പറഞ്ഞു തീർത്തിരുന്നെങ്കിൽ, പറഞ്ഞു തീർക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല, പക്ഷേ ഇത്രയും കാര്യങ്ങൾ വഷളാവില്ല. പക്ഷേ ഇപ്പോൾ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ വിശാൽ എന്ന് പറഞ്ഞ നടൻ ചെയ്തൊരു ഐഡിയ കേൾക്കണം. ഇവിടുത്തെ ഹേമ കമ്മിറ്റി വന്നപ്പോൾ അവർ തുടക്കം ഒന്നും മിണ്ടിയില്ല, പിന്നെ ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം പിന്നെ അവർക്ക് മനസ്സിലായി തമിഴിലും ഇതേപോലെ വേണമെന്ന് പറഞ്ഞ് ചില സ്ത്രീകൾ ലേശമുള്ള പെണ്ണുങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ വിശാൽ ഒരു പുതിയ ഇത് കൊണ്ടുവന്നു. അവർ രോഹിണി എന്ന് പറയുന്ന പഴയകാല നടിയെ വെച്ചു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഐഡിയ ആയിരുന്നു.
അതായത് ഈ പവർ 15 അവരുമായി വളരെ അടുത്ത് കിടക്കുന്ന ബന്ധമുള്ള ഒരു പെൺകുട്ടിയെ ഇവരെ ഒരു കമ്മിറ്റി അംഗാക്കുക, സർക്കാരല്ല. അപ്പോൾ തമിഴ് സിനിമയിൽ എന്താണ്, ഇനി ഏതെങ്കിലും പെൺകുട്ടിയെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ആക്രമിച്ചു, ആരെങ്കിലും തല്ലിക്കൊന്നു എന്നൊക്കെ പറയുന്ന കേസാണെങ്കിൽ ഈ നടീനെടുത്ത് എന്ന് വിഷമം പറയാം, മേഡം ഞങ്ങളെ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഈ നടി എന്ത് ചെയ്യുന്നു, ഇവരെ വിളിച്ചു പറയും, എടാ നിനക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഇവരും ആ നടിയുടെ വീട്ടുകാരും തമ്മിൽ ഒരു സംസാരിക്കുന്നു. അതായത് നടന്മാർ തന്നെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുവാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുന്നു, ഒരു നടിയെ ഏൽപ്പിക്കുന്നു. സർക്കാരായിട്ട് ബന്ധമില്ല. നിങ്ങളെ ABCD എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ്, ഈ സംഘടന തന്നെ ഒരു പെൺകുട്ടിയെ വെക്കുന്നു. അവരുമായി ബന്ധമുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം കൊടുക്കും, ഒരു ബന്ധമില്ലാത്തവരാവാൻ പറ്റില്ല. ഇവരുമായി വർഷങ്ങളോളം ബന്ധമുള്ള ഇൻഡസ്ട്രി എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന, ഇവരോട് 100-110% സഹകരിക്കുന്ന ഒരു പെൺകുട്ടിയെ ഇവിടെ വെക്കുക. ശരി, ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഓരോരുത്തർ വരുന്നു, മേഡം എന്നെ സെറ്റെന്ന് പീഡിപ്പിച്ചു. കാരണം ഇവർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലില്ല, ഇവരുടെ അടുത്തല്ലേ ചെല്ലുന്നത്. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, എവിടേക്കാണ് എന്നെ 10 ആൾ പീഡിപ്പിച്ചു മേഡം, എന്നെ എങ്ങനെ ആക്രമിച്ചു മേഡം. ശരി, ഇവരെന്ത് ചെയ്യുന്നു, ആക്രമിച്ച ആളെ വിളിക്കുന്നു, എടാ നിനക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടല്ലോ. അവനും ഇവരും കൂടെ പറഞ്ഞ് ധാരണയിലെത്തുന്നു. ചാനലുകാരും അറിയുന്നില്ല, അറിയുന്നില്ല ഇത്. പക്ഷെ ഇപ്പം അവർ വെച്ചു, ഇനിയിപ്പോൾ എന്താ നടക്കുക എനിക്കറിയില്ല. അതായത് ഇപ്പോൾ അവർ പറയുന്നത്, ഇനി മേലിൽ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഏതെങ്കിലും പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരോട് ചെന്ന് പറഞ്ഞാൽ മതി, ആ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കും, ദയവ് ഇത് പുറത്ത് പറയല്ലേ എന്ന് പറഞ്ഞു. ഈ ബുദ്ധി നമ്മുടെ പവർ 15 അന്ന് തോന്നിയിരുന്നുവെങ്കിൽ ഇന്നിത്ര സംഭവിക്കത്തില്ലായിരുന്നു. അത് ഞാൻ പറഞ്ഞു, അവർക്ക് ശരിക്കും ആ രീതിയിൽ അവരെ ഉപദേശിക്കാൻ ആളില്ലാതെ പോയി എന്നാണ് എനിക്ക് തോന്നിയത്. എന്താണ് അവിടെ സംഭവിച്ചത് എനിക്കറിയില്ല. ഇനിയിപ്പോൾ സംഭവം കൈവിട്ടു. ഞാൻ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കാലാൾപ്പടയാണ്. കാരണം ഇനിയിപ്പോൾ സംഭവിക്കുന്നത്, സ്ത്രീകൾ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സ്ത്രീകളെ കൃത്യമായി ഇവർ സ്ത്രീകളെ മുന്നിൽ വെച്ച് ഓരോ മാഫിയ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇവർ ഈ കഞ്ചാവിനെതിരെയും കള്ളപ്പണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ന്യൂസ് അല്ല, അവരുടെ ന്യൂസ് എന്ന് പറയുന്നത് പെണ്ണു വിഷയം മാത്രം. അപ്പോൾ ഇനി എന്ത് ചെയ്യും, ഈ പെണ്ണു വിഷയത്തിൽപ്പെട്ട ആളുകൾ നേരെ തിരിച്ചു കളിക്കാൻ തുടങ്ങി. ഇപ്പം തന്നെ തിരിച്ചു കളിച്ച് തുടങ്ങി. 21 സിനിമകളായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പ് കേരളത്തിൽ ഷൂട്ട് ചെയ്യപ്പെട്ടത്. ഇന്ന് 4 സിനിമകൾ മാത്രമേ ഇന്ന് ഷൂട്ടിംഗ് ഉള്ളൂ. ഈ 17 സിനിമക്കാരെതിരെ നിർത്തി. കാരണം ചില നടന്മാർക്കെതിരെ അല്ലേ വന്നിട്ടുള്ളൂ. അതെ, കേരളത്തിലെ ജനങ്ങൾക്ക് അല്പം കൂടെ ഉണ്ടെങ്കിൽ ചിന്തിക്കുക. ആ ഇതിൽ പെട്ട നടന്മാരുടെ ചില സിനിമകൾ, അതും അയാളതല്ലാത്ത ഷോട്ടൊക്കെ എടുക്കാമല്ലോ, അത്ര വലിയ ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾക്കെതിരെ വന്നിട്ടില്ല. അപ്പോൾ ഈ 17 സിനിമ എന്തുകൊണ്ട് നിർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവിൽ അതിൻ്റെ ഉള്ളിലുള്ള ചില ആളുകൾ പറഞ്ഞ ഉത്തരമാണ്, ഇപ്പോൾ പെട്ടിരിക്കുന്ന ചില ആളുകൾ നേരെ തിരിച്ചു പണിയാൻ തുടങ്ങി. പെട്ടിരുന്ന ആളെന്ന് പറഞ്ഞാൽ ഏത് മാഫിയക്കെതിരെയാണോ തിരിയുന്നത് അവർ തിരിച്ചു പണിയാൻ തുടങ്ങി. സിനിമാ സെറ്റിൽ MDMA മറ്റുള്ള കഞ്ചാവൊക്കെ നടക്കുന്നുണ്ട്, ഇതൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു കൊടുത്തപ്പോൾ എന്തായി, പല സിനിമാ സെറ്റ് നിർത്തേണ്ട അവസ്ഥയായി. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 17 സിനിമാ സെറ്റ് നിന്നുപോയത്. ഓക്കെ. അതേപോലെ ഈ നിർമ്മാതാവിന് ഈ പൈസ എവിടെ നിന്ന് വന്നു എന്നൊന്ന് ഒരു വൈറ്റ് പേപ്പറാണ്, നിങ്ങൾക്ക് എഴുതി കൊടുക്കാം, എനിക്ക് ആർക്കും എഴുതി കൊടുക്കാമല്ലോ. ഇങ്ങനെ വന്നപ്പോൾ എന്തായി, ഇൻകം ടാക്സോ ഇടി വരും. ചേട്ടാ 50 കോടിന് പടം എടുക്കുന്നു, നിർമ്മാതാവാണ് നിങ്ങൾ, ഈ 50 കോടി എവിടെ നിന്ന് വന്നു? പോട്ടെ, ഇന്നേ വരെ നിങ്ങൾ ഒരു ഇൻകം ടാക്സിൽ ഒരു ഫയൽ റിട്ടേൺ ചെയ്തിട്ടുണ്ടോ? ഇൻകം ടാക്സ് ഫയൽ റിട്ടേൺ ചെയ്യണമെങ്കിൽ 5 ലക്ഷം രൂപ ഒരു വർഷത്തിൽ വരുമാനമുള്ള ഒരു വ്യക്തി ഇൻകം ടാക്സ് കൊടുക്കണം എന്നാണല്ലോ ഏറ്റവും ഒരു എവറേജ് ഞാൻ പറയുന്നത്. അതുപോലും ചെയ്യാത്തൊരു മനുഷ്യൻ 50 കോടിയുടെ ഒരു സിനിമ ചെയ്യുന്നു, പൈസ എവിടെ നിന്ന് വന്നു? ഇയാൾക്ക് പറയാൻ പറ്റുമോ? അത് പിന്നെ ഞാൻ അഫ്ഗാനിസ്ഥാനിൽ ഇങ്ങനെ കഞ്ചാവ് കടത്തി കേരളത്തിലൂടെ കൊണ്ടുവന്ന്, അത് ഞാൻ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ സംതിങ് പറയാൻ പറ്റത്തില്ല, ഞാനൊരു വീട്ടിൽ പോയി കട്ടു എന്നൊന്നും അയാൾക്ക് പറയാൻ പറ്റില്ലല്ലോ. പൈസ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഞാൻ സിനിമ സെറ്റ് നിൽക്കല്ലാണ്ട് വേറെ വഴിയുണ്ടോ? അങ്ങനെ 17 സെറ്റുകൾ നിന്നു. അങ്ങനെയാണോന്ന് അറിയില്ല, 17 സെറ്റ് നിന്നു. അവരെന്തിനു നിർത്തി എൻ്റെ ചോദ്യം. അതെ. അപ്പം ഇനി തിരിച്ചാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നു, ചുരുക്കി പറയാം, ഇതൊരു യുദ്ധമാണ്, ചില നടന്മാർ തമ്മിലുള്ള യുദ്ധമാണ്. ഇത് സ്ത്രീകൾ ഒരു ഹേമ കമ്മിറ്റി അവര് പാർട്സ് ആയിട്ട് ഇട്ടേക്കുവാണോ? പാർട്സ് ആയിട്ടതല്ല, അവർ സ്വാഭാവികമായി കിട്ടിയ ഒരു അവസരത്തെ തിരിച്ചു കളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നടന്മാർ തമ്മിലുള്ള യുദ്ധമാണ്, എഴുതി വെച്ചോ. ഇപ്പോൾ നടക്കുന്നത് കാലാൾപ്പടയാണ്. യുദ്ധമാണെങ്കിൽ ഇത് കാലാൾപ്പടയാണ്. നിങ്ങളൊരു സിനിമയാണ് കാണുന്നത്, ആദ്യത്തെ അരമണിക്കൂറേ ആയിട്ടുള്ളൂ. ഇനി സൈന്യാധിപന്മാരുടെ യുദ്ധം വരും. ദാറ്റ് ഈസ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ആരോപണങ്ങൾ ഊരാൻ പറ്റും. ഇപ്പൊക്കെ നമ്മൾ പറഞ്ഞു ഇതൊക്കെ ഊരിക്കൂടെ, ഈ പെണ്ണ് കേസ് 5 വർഷം മുമ്പാണല്ലോ. അതെ, നമ്മളിപ്പോൾ പറഞ്ഞെന്താണ് 20 വർഷമുള്ള പെണ്ണ് കേസല്ല, ഈ പെണ്ണ് കേസൊക്കെ ഊരാം വേണമെങ്കിൽ. അതേസമയം ഒരാളുടെ സെറ്റിൽ നിന്ന് MDMA പിടിക്കുന്നു, എറണാകുളത്ത് ഒരു നിശാ പാർട്ടിയിൽ കഞ്ചാവ് പിടിക്കുന്നു. കഞ്ചാവ് ആര് കൊടുത്തു?
ഇതുവരെ ഈ കഞ്ചാവിന്റെ ആളുകളെ മാത്രമേ പിടിക്കുന്നുള്ളൂ. അവർക്ക് കൊടുത്തു വിട്ടവനെ കുറിച്ചുള്ള ചോദ്യമില്ല. സ്വർണ്ണ കള്ളക്കടത്തിൽ നടത്തിയവനെ പിടിക്കുന്നുള്ളൂ. ഇവനെ സ്വർണം കൊടുത്തു വിട്ടവനെ പിടിക്കുന്നില്ല. ഈ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രമുഖ നടനാണ്, പ്രമുഖ സംവിധായകനാണെന്ന് പറഞ്ഞാൽ ഈ മാഫിയക്കാർ സീരിയസ് ആയിട്ട് കേസ് ഫയൽ ചെയ്തേ പറ്റൂ. അത് നിങ്ങൾ നോക്കാത്തതെന്ന് പറഞ്ഞാൽ ഇത് സൈന്യാധിപന്മാർ തമ്മിലുള്ള യുദ്ധത്തിലേക്ക് വരും, സെക്കൻഡ് സ്റ്റേജിലേക്ക് വന്നു. അപ്പം നിങ്ങൾ ഇനി കുറേ പ്രമുഖരുടെ പേര് ഇനി അധികം കഥ കേൾക്കും കഞ്ചാവുമായി ബന്ധപ്പെട്ടിട്ട്. കള്ളപ്പണത്തിൻ്റെ പല സിനിമകളുടെ എണ്ണം കുറയും. ഇത്രയും എത്തുമ്പോഴേക്കും നമ്മുടെ രാജാക്കന്മാരുടെ കൺട്രോൾ പോകും. കാരണം അവരുമായി ബന്ധപ്പെട്ടവരാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതും ഇതൊക്കെ വരുന്നത്. പിന്നെ രാജാക്കന്മാരുടെ സ്ട്രൈറ്റ് യുദ്ധം കാണാൻ പറ്റും. ഇതിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ സന്തോഷം പറയുന്നത് 2028 ഇതിന്റെ ക്ലൈമാക്സ്. 2024 ഇതിന്റെ ക്ലൈമാക്സ് വരില്ല. ഇതിനൊക്കെ ഞാനിപ്പോൾ അറിയുന്നോണെങ്കിൽ ഇതെന്ത് സിനിമയൊന്നുമല്ലല്ലോ. അപ്പോൾ കുറച്ച് സമയം എടുക്കും. ഇങ്ങനെ ഓരോരോ സ്റ്റേജ് പിന്നിട്ട് വരികയാണ്. ഇനി ചിലപ്പോൾ ഒരു സംഘടന ഒരാൾ പിടിച്ചെടുക്കുന്നു. പക്ഷേ അവരെ എങ്ങനെയായിരിക്കും അത് സംഘടന കൊണ്ടുപോകാൻ നോക്കിയോ, അടുത്ത പണി അവർക്കും കിട്ടും. പണിയോട് പണിയായിരിക്കും. പടത്തിന് ഇന്റർവെല് കഴിഞ്ഞോ? തുടങ്ങിയിട്ടുള്ളൂ, അരമണിക്കൂർ ആരംഭിച്ചിട്ട്. ഇതൊരു യുദ്ധമാണ്. അതിൽ 5-1 എത്തുന്നേ ഉള്ളൂ. 2028 ക്ലൈമാക്സ്. കേരളത്തിൽ ഞങ്ങൾ വിചാരിക്കുന്നത് 24 ഒരു തീരുമാനമാകും. ഒരിക്കലുമില്ല. 2023 സന്തോഷ് പണ്ഡിറ്റിന് ഒരു വർഷം മുമ്പുള്ള ഇൻ്റർവ്യൂ ഉണ്ട്. അന്ന് EDയുടെ ചെക്കിംഗ് ഇല്ല. ഇപ്പോഴത്തെ പല രീതിയിലും കള്ളപ്പണത്തിൻ്റെ ED വന്നതിനൊക്കെ മുമ്പ് അന്ന് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമ 80-90% തീർന്നു. അപ്പം മറ്റാൾ ചോദിച്ചു, സന്തോഷ് പണ്ഡിറ്റിന് അസൂയുണ്ടോ? കാരണം എനിക്കൊരു അസൂയില്ല കേട്ടാ. ഈ ഇൻ്റർവ്യൂ 5 വർഷത്തിന് ശേഷം നിങ്ങൾ എടുത്തോ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. 2028 ഈ ഇൻ്റർവ്യൂ കാണും. 5 വർഷത്തിന് ശേഷം മലയാള സിനിമ 80-90% തീരുള്ളൂ. ഇതെങ്ങനെ ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു മനുഷ്യന്? ഞാൻ മനസ്സിലാക്കുന്ന മലയാള സിനിമയിൽ ഭാവിയെ പറ്റി പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു നടനാണ് പൃഥ്വിരാജ് കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു നടനാണ്. പിന്നെ ഞാൻ കണ്ട നടന്മാരിൽ ഒരാള് സന്തോഷ് പണ്ഡിറ്റാ. 2011 എൻ്റെ പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഫുള്ള് നെഗറ്റീവില്ല, അറിയാലോ സിനിമ. ഞാനത് ഇൻട്രോയിൽ തന്നെ സന്തോഷമായിട്ട് ഞാൻ സൂചിപ്പിച്ചു. ഒന്ന് പറഞ്ഞോട്ടെ, ഇൻട്രോയിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചു. ആദ്യം ചില ആളുകൾ അവഗണിച്ചു. ആ അവഗണിച്ച ആളുകൾ ഇന്ന് കൈയടിക്കണമെങ്കിൽ ശരിക്കും സന്തോഷേട്ടൻ അന്ന് അറിയായിരുന്നു ഈ അവഗണിച്ചവർ തന്നെ നാളെ ഒരു അവസരത്തിൽ കൈയടിക്കുമെന്ന്. ഞാൻ എന്താണോ ചെയ്യുന്നത്, ഞാൻ എന്താണോ പറയുന്നത് സത്യമാണെന്ന് എനിക്കറിയാം. അവർ അവഗണിച്ചോ ഇല്ല എന്നുള്ളത് അവരുടെ വിഷയമാണ്. എൻ്റെ മാറ്ററല്ല. 2011 ഇവിടെ നെഗറ്റീവിലാണ് സിനിമ ഉണ്ടായിരുന്നത്, ഡിജിറ്റൽ ഇല്ല. ഞാൻ പറഞ്ഞ ശരിയല്ല, ഡിജിറ്റലിലേക്ക് പോകുന്നത്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇയാൾ എന്താ മൊബൈൽ എടുക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു, ചേട്ടാ അത് മൊബൈലൊന്നുമല്ല, ഡിജിറ്റലിലേക്കാണ് വരുന്നത്. മലയാള സിനിമ മൊത്തം ഡിജിറ്റലിലേക്ക് വരും. അപ്പോൾ അന്നത്തെ ഇൻ്റർവ്യൂ കണ്ട ഇന്ന് ചിരി വരും. അപ്പോൾ അവിടെ ചില നടന്മാരുടെ ഫാൻസ് അസോസിയേഷനെ കൊണ്ടുവന്നിരുന്നു എന്നെ എതിർക്കാൻ വേണ്ടി. അപ്പോൾ അവർ പറഞ്ഞു, സിനിമയിൽ നിന്ന് ഒറ്റ റിട്ടേണേ ഉള്ളൂ, അത് തിയേറ്ററിൽ നിന്ന് കിട്ടുന്നതാണ്. ഞാൻ ചിരിച്ചു. ഞാൻ പറഞ്ഞു, മക്കളെ ആ സമയമൊക്കെ കഴിഞ്ഞു. സിനിമയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റലാണ് വരിക. ഇവിടെ യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. കണ്ടോ, ഇയാൾ തള്ളുന്നു. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടൂല. ഞാൻ ഇഷ്ടമുണ്ടേ വിശ്വസിച്ചോ. യൂട്യൂബ് മാത്രമല്ല, ഫേസ്ബുക്കിൽ നിന്ന് കിട്ടും. ഇതൊക്കെ കിട്ടണമെങ്കിൽ ഇവരുടെ കൺട്രോൾ പോവുകയാണ്. ഇത് എത്ര കൊല്ലം മുമ്പാ പറയുന്നത്? 2013 കൊല്ലം മുമ്പ്. അന്നത്തെ എൻ്റെ ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും. അപ്പം ഞാൻ പറഞ്ഞു, ഇതേപോലെ പലതും വന്നു. ഞാൻ OTT ഉപയോഗിച്ചില്ല, അങ്ങനെ OTT എന്നുള്ള പദപ്രയോഗമില്ല. ഞാൻ പറഞ്ഞു എല്ലാം ഡിജിറ്റലിലേക്ക് വരും. കാരണം തിയേറ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ തീർന്നു. 2011 പറയുന്നത്. ആളുകൾ തകർന്നോ, ഇയാൾ എന്താണ് പറയുന്നത് ചോദിച്ചു. നമ്മൾ ചേട്ടന്മാരെ എല്ലാ വീട്ടിലും വലിയ സ്ക്രീന് വരും, മനസ്സിലായില്ലേ? അപ്പോൾ ഈ നിങ്ങൾ ഈ പറയുന്ന തിയേറ്റർ മിനി തിയേറ്ററായിട്ട് ഇവിടെ പല വീടും മാറും. കാരണം ആളുകളിൽ പൈസ കൂടി വരികയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷനാണ്. അപ്പോൾ ആളുകൾ അവരവരെ വീട്ടിൽ തന്നെ ഇരുന്ന് കാണും. ഇത് നിങ്ങളെ ഈ നെഗറ്റീവ് കൊണ്ട് പോയാൽ കാര്യം നടക്കൂല. അത് നെഗറ്റീവ് കൊണ്ടുപോയിട്ടൊന്നും തിരിക്കാനാവില്ല. മറിച്ച് ഡിജിറ്റലിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരെ ഇത് മാറി ഓരോ വീടും ഓരോ തിയേറ്ററായി മാറും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു ചേട്ടാ. ഇത് 2011 ഞാൻ ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ അന്ന് നിങ്ങൾ മൊബൈലിൽ നെറ്റ് പോലും കാണാത്ത മനുഷ്യന്മാരോടല്ലേ അന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ കാണാൻ തുടങ്ങിയത് 2017 മുതലല്ലേ. ആ ജിയോ ഇങ്ങനെ വരാൻ തുടങ്ങിയ ശേഷമല്ലേ ഇവിടുത്തെ മനുഷ്യന്മാർ ഈ മൊബൈലിൽ കാണാൻ. നിങ്ങളൊക്കെ അന്ന് ലാപ്പിന്റെ മുന്നിൽ ഇരുന്നിട്ടല്ലേ കാണുന്നത്. ആ കാലത്ത് ഞാൻ പറഞ്ഞ. പിന്നീട് ഇപ്പത്തെ അന്ന് എന്നെ എതിർത്തവരുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം കാണാം. ഞങ്ങളെ സിനിമ നേരെ OTTക്കാണ് കൊടുത്തത്. OTT എന്ന് പറഞ്ഞാൽ ഓർത്തട്ടോ, ഡിജിറ്റലാണ്. 24 കോടിയായിരുന്നു, 25 കോടി തരാൻ പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങ് കൊടുത്തു. ഇത് തിയേറ്റർ അല്ലല്ലോ. ഞാൻ അന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞു, ഇയാൾ തള്ളുന്നല്ലേ പറഞ്ഞത്, മലയാള സിനിമയെ നശിപ്പിക്കുന്ന. ഇനി OTT വന്ന വെരി ഫസ്റ്റ് ഡേ ഞാൻ കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭയങ്കര ഹിറ്റാണ്. ആ ഇന്റർവ്യൂ അയാൾ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ OTT ഭയങ്കര പണിയാണ് കേട്ടോ.
സിനിമയെ തകർക്കും. അതിൽ പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമയ്ക്ക് OTT കിട്ടാത്തത് കൊണ്ട് സന്തോഷ് പണ്ഡിറ്റിന് അസൂയല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് അസൂയൊന്നുമില്ല, ഇവർ നന്നാവുന്നതിൽ എനിക്ക് എന്താണ്. അപ്പോൾ അയാൾ പറഞ്ഞു ഇത്രയും കാലം സാറ്റലൈറ്റ് റൈറ്റും ഡിജിറ്റൽ റൈറ്റും ഉള്ളൂ, OTT റൈറ്റ് ഒരു നിർമ്മാതാവിന് നല്ലതല്ല എൻ്റെ സന്തോഷ് സാറേ, നിങ്ങളെന്തിനാ ഈ നെഗറ്റീവ് പറയുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു സർ സിനിമയുടെ സംസ്കാരം മാറും. കൊറോണ പീരീഡിൽ ആ മനുഷ്യൻ ചോദിക്കുക, കൊറോണ പീരീഡിൽ മനുഷ്യന് ഒരു സിനിമ തിയേറ്ററിലില്ല, ഒരു OTT-യിലേക്ക് ഒരു പുതിയ സിനിമ കാണുന്ന ഇത്രയും വലിയൊരു മഹാഭാവമാവുന്നത് എങ്ങനെ? ഞാൻ പറഞ്ഞു ചേട്ടാ കൊറോണ ഇന്ന് വരും നാളെ പോകും, ജനങ്ങളുടെ സംസ്കാരം മാറും, സിനിമകൾ രണ്ടാകും, OTT കാണുന്ന സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട സിനിമ എന്ന രീതിയിൽ വരും. ഇത്രയും കാലം ജനങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, സിനിമ മാത്രമേ ഉള്ളൂ. ഈ OTT വന്നു കഴിഞ്ഞാൽ രണ്ടായി മാറി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സിനിമകളെ ജനങ്ങൾ എന്ത് ചെയ്യും, OTT-യിൽ വരട്ടെ എന്ന് പറയാൻ തുടങ്ങും. പിന്നെ 3 റൈറ്റ് എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 2 റൈറ്റ് 3ആയി, ഒന്നും സംഭവിക്കാനില്ല, ഒരു റൈറ്റ് പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഈ OTT എന്ന് പറയുന്നത് ഡിജിറ്റൽ കൂടെ വരും. അങ്ങനെ വരുമ്പോൾ അവർ ഡിജിറ്റൽ ഏറ്റെടുക്കും. ഈ OTT-യിൽ വരുന്ന സിനിമകൾ ഈ ടെലഗ്രാം അത് തുടങ്ങുന്നേ ഉള്ളൂ. നമ്മൾ ഈ ടെലഗ്രാമിൽ നമുക്ക് സിനിമ ആളുകൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ സാറ്റലൈറ്റ് റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അഹങ്കരിക്കുന്ന നിങ്ങൾക്കത് കിട്ടാതാവും. കാരണം സിനിമ ഫസ്റ്റ് തന്നെ OTT-യിൽ വരുമ്പോൾ എല്ലാവരും ടെലഗ്രാമിൽ കണ്ടിട്ട് പിന്നെ നിങ്ങൾ മിനി സ്ക്രീനിൽ ചരിത്രത്തിൽ ആദ്യമായി ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ആകെ 2 ദിവസം എവിടെ ഉണ്ടാവുള്ളൂ, പോട്ടെ, ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം സൂപ്പർ താരത്തിൻ്റെ വരുന്നു എന്ന് പറഞ്ഞാൽ കാണാൻ ആളുണ്ടാവില്ല. ഇത് ടെലഗ്രാമിൽ ആളുകൾ കണ്ടുപോയിട്ടുണ്ടാവും. റേറ്റിംഗ് ഇല്ലെങ്കിൽ ഈ റൈറ്റ് പോകും. ഇത് പണിയാണ്. അപ്പോൾ അയാൾ വെച്ചാൽ എന്തായാലും 20 കോടിക്ക് എടുത്ത ഒരു സിനിമ 25 കോടി കിട്ടുന്നു പറഞ്ഞാൽ ആ നിർമ്മാതാവ് സേഫ് അല്ലേ? ഞാൻ പറഞ്ഞ അത് ഈ ആദ്യത്തെ 10 ആളുകൾക്കേ ഗുണമുള്ളൂ. ഇന്ന് നിങ്ങൾക്ക് തരുന്ന 25 കോടി അവർ തരൂല, എഴുതി വെച്ചോ. കാരണം നിങ്ങൾക്ക് തരുന്ന പൈസ മുഴുവൻ നഷ്ടമാണ്. പുതിയ അറിവ് വരുന്നു എല്ലാവർക്കും. ഈ കൊടുക്കുന്ന 1 രൂപ പോലും OTT-കാരനെ തിരിച്ചു കിട്ടാനില്ല. അയാൾക്ക് സബ്സ്ക്രൈബേഴ്സാണ് വേണ്ടത്. സബ്സ്ക്രൈബേഴ്സ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? ഒരു 1000 രൂപയ്ക്ക് നിങ്ങൾ ഒരു വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഭാര്യയും മക്കളും നിങ്ങൾ ഒരു 4 ആൾ ഒരു തിയേറ്ററിൽ പോയിട്ട് ഇങ്ങോട്ട് വരാൻ തന്നെ 1500 രൂപ എന്തായാലും ചിലവാവില്ലേ? മിനിമം 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ നല്ല സെറ്റപ്പ് കൂടി ഉണ്ടെങ്കിൽ 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് പുതിയ സിനിമയൊക്കെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സിനിമ ഇറങ്ങിയാൽ നിങ്ങൾ OTT-യിൽ വരാൻ വെയിറ്റ് ചെയ്യില്ലേ? ഞാൻ സിമ്പിൾ സൈക്കോളജിയാണ് ചോദിക്കുന്നത്. അപ്പം സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഇന്ന് കൊടുക്കുന്ന ഇവർ 25 കോടിക്ക് സൂപ്പർ സ്റ്റാറിൻ്റെ പടം കൊടുക്കുന്നത് സബ്സ്ക്രൈബറെ ഉണ്ടാക്കിയെടുക്കാനാണ്. ഇവർക്ക് 5 പൈസ ഗുണമില്ല ഇതിൽ, മനസ്സിലാക്കും. സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാൽ ഇതേ സൂപ്പർ സ്റ്റാർ ഇതേപോലത്തെ ഒരു സിനിമയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പറയും 1 കോടി തരാം, നീ വേണമെങ്കിൽ വെച്ചിട്ട് പൊയ്ക്കോ. നമ്മളെ സൂപ്പർ സ്റ്റാറിൻ്റെ ദേഷ്യം പിടിക്കും. ഞാൻ തിയേറ്ററിൽ കൊണ്ടുപോയിടും, ഈ കൊണ്ടുപോയിട്ടോ, ഇവിടെ തിയേറ്റർ ബാക്കി വേണ്ടേ? ഇവിടെ തിയേറ്ററുകാർ അടച്ചുകൂട്ടി പോകും ചേട്ടാ. നല്ല നല്ല സിനിമകൾ മുഴുവൻ നിങ്ങൾ OTT-യിലല്ലേ കൊണ്ട് കൊടുക്കുന്നത്, ആളില്ല. അപ്പം തിയേറ്റർ മുഴുവൻ അടച്ചുകൂട്ടി പോയാൽ നിങ്ങൾക്ക് OTT-യേ ഉള്ളൂ, അവിടെ റേറ്റ് കൂടും. അതെ, ഇങ്ങനെ വന്നു. പക്ഷെ അന്ന് എത്രമാത്രം അതിൻ്റെ അടിയിലൊക്കെ കമന്റ് എഴുതി വെച്ചവരൊക്കെ പലരും പറഞ്ഞ് സന്തോഷ് പണ്ഡിറ്റ് അസൂയാന്നാ പറഞ്ഞു. സോറി ഞാനത് ശരി ഉണ്ടാക്കി. സന്തോഷ് പണ്ഡിറ്റിന്റെ എന്തോ പറഞ്ഞു എന്നാ പറഞ്ഞു. പക്ഷെ ഇപ്പൊ നോക്ക്, പുതിയ സിനിമയിലെ നിർമ്മാതാവിനെ ഇപ്പോൾ വിളിച്ചു നോക്ക്, 3 റൈറ്റും ഇല്ല, തീർന്നു. കാരണം ഡിജിറ്റൽ റൈറ്റ് പ്ലസ് OTT ആയി. അപ്പം അതൊക്കെ അതങ്ങോട്ട് വെൻഡ് ചെയ്തു. പിന്നെ സാറ്റലൈറ്റുകാരൻ പറഞ്ഞു ഈ OTT കൊടുത്തല്ലേ ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന്. അവസാനം ഇപ്പോൾ 1 റൈറ്റേ ഉള്ളൂ. ഒരു റൈറ്റ് കിട്ടണമെങ്കിൽ തന്നെ OTT-യേ ഉള്ളൂ. ഈ ചാനലുകാരൊക്കെ OTT തുടങ്ങി, പണിപാളിയില്ലേ. OTT-കാരൻ തരുന്ന നക്കാപ്പിച്ചും കൊണ്ട് പോകണം, പരിപാടി കഴിഞ്ഞു. എൻ്റെ ഒരു ആഗ്രഹം ഞാൻ അല്ല, അന്ന് അതിനോടൊപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, ജിയോ മൊബൈൽ വന്ന സമയത്ത് ഞാനും യൂസ് ചെയ്യുന്ന ജിയോ തന്നെയാണ് കേട്ടോ. പക്ഷേ അവർ ലാവിഷായിട്ട് എല്ലാവർക്കും ഫ്രീ ആയി കൊടുത്ത് എത്ര അപ്പം നമ്മളെ അന്ന് ഒരു 2 GB 3 GB ഒക്കെ 200 രൂപയ്ക്കൊക്കെ എടുക്കുമ്പോൾ നമുക്കത് ഭയങ്കരമായിരുന്നു. അങ്ങനെ എല്ലാവരും അപ്പോൾ ജിയോ മാത്രമല്ല എല്ലാ മൊബൈലുകാരും എന്ത് ചെയ്തു, നിങ്ങൾ മിനിമം എത്ര പൈസ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ കുറേ സിം എടുത്ത് നാട്ടുകാർക്ക് മൊത്തം കൊടുത്തു. പിന്നെ പറഞ്ഞിട്ട് അവർ 50 രൂപ വെച്ച് മാസം. ഇതൊക്കെ കോപ്പറേറ്റീവ് തന്ത്രങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് 50 അല്ലേ ആ വോട്ട്. പിന്നെ പറഞ്ഞിട്ട് ഒരു 100 രൂപ മാസം, ഇപ്പം പറഞ്ഞു 350 രൂപ മാസം തന്നാൽ നിങ്ങൾക്ക് GB ഉണ്ട്. നിങ്ങൾക്ക് എന്ത് GB നിങ്ങളിത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിൻ്റെ ഇടയിൽ ഒന്നും കാണാനും സമയമില്ല. പക്ഷേ എന്ത് സംഭവിച്ചു, ഇപ്പം 3 സിം ഉണ്ടെങ്കിൽ 1000 സംതിങ് രൂപ നിങ്ങൾക്ക് അതിൽ പോയി. അന്ന് യൂട്യൂബിൽ ഇപ്പം അറിയുന്ന സിനിമകളൊക്കെ ഒരു 3-4 മാസത്തിന് ശേഷം ഫ്രീ ആയിട്ട് കാണുന്നതല്ലേ. ഇന്ന് OTT-ന്ന് വന്നുകൊണ്ട് ഫ്രീ ആയി കാണുന്ന സാധനം നിങ്ങളിപ്പോൾ പൈസ കൊടുത്ത് കാണുന്നു. തിയേറ്ററുകാർക്ക് എന്ത് പറ്റി? ഇത് OTT എക്സ്പീരിയൻസ് മതി. ഇതൊക്കെ സന്തോഷ് പണ്ഡിറ്റ് പണ്ട് പറഞ്ഞ കാര്യങ്ങൾ. അതേപോലെ ഞാൻ ഇപ്പോൾ പറയുന്നു,
ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു വശം മാത്രമാണ്. ഇവിടെ നടക്കുന്ന ചില നടന്മാർ തമ്മിലുള്ള യുദ്ധമാണ്. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനെ മുന്നിൽ വെച്ചുകൊണ്ട് അവർ കളിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ പെൺകുട്ടികൾ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്. അറ്റ്ലീസ്റ്റ് അത് അവർക്ക് തെളിയിക്കാൻ പറ്റിയാലും ഇല്ലെങ്കിലും അത്രയ്ക്ക് ഗതികെട്ടത് കൊണ്ടാണ് പല പെൺകുട്ടികളും ഇതൊക്കെ വന്ന് പറയുന്നത്. പറയുന്നത് സത്യമാണ്, പക്ഷെ അവർക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ പെൺകുട്ടി പറഞ്ഞാൽ ഈ പവർ 15 പറയും ഇത് കോപ്പറേറ്റ് ചെയ്യാത്ത നടിയാണ്, ഇവളെ വിളിക്കേണ്ടതെന്ന്, ഇവളെ കരിയർ പോയി. കുഴപ്പം പ്രേക്ഷകർക്കാണ്. പ്രേക്ഷകർക്ക് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു, ഇവർ ഈ തെമ്മാടിത്തരം ചെയ്തതിന് ഞങ്ങൾ എന്ത് തെറ്റുന്നു. ഞാൻ പറയുന്നു, നിങ്ങൾ ഓവറായി ഈ നടീനടന്മാർക്ക് ബഹുമാനം കൊടുക്കുന്നു. ബഹുമാനം കൊടുക്കലെന്നാണോ പറയുന്നത്? ഇത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവരവരുടെ ജോലി ചെയ്യാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ അവർ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ പണവും നിങ്ങളുടെ ഡാറ്റയും കളഞ്ഞ് നിങ്ങൾ കാണുന്നു. നിങ്ങൾ ഈ ഫാൻ ഫൈറ്റ് ഒന്നും നടത്തണ്ട. നിങ്ങൾ ഒരു സിനിമ കാണുമ്പോൾ ജസ്റ്റ് an എന്റർടൈൻമെന്റ്, കഥാപാത്രത്തെ സ്നേഹിക്കൂ, അത്രേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു. അല്ലാതെ എൻ്റെ എക്സ് എന്ന് പറഞ്ഞ നടൻ മാത്രമേ അഭിനയിക്കാറുള്ളൂ, വൈ പോരാന്നിട്ട് നിങ്ങൾ അടി കൂടലും എന്താ ആവശ്യത്തിന്? നിങ്ങൾ ചെയ്യുന്ന എന്താണോ ജോലി ചെയ്യുന്നത്, നിങ്ങളൊരു കൂലിപ്പണിയാണോ ചെയ്യുന്നത്, നിങ്ങൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണോ അല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണോ, നിങ്ങൾ ചെയ്യുന്ന പണി തന്നെയാണ് ഈ സൂപ്പർ സ്റ്റാറും ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മാസം 20,000, 22,000, 30,000. അയാൾക്ക് ഒരു മാസം ചെയ്യുമ്പോൾ 10 കോടി കിട്ടുന്നു. ഇങ്ങനെ ചെറിയൊരു വ്യത്യാസം. അതിനും വേണ്ടിയിട്ട് ഇങ്ങനെ ഇവർ ഓവറായിട്ട് ഇവർക്ക് ബഹുമാനം കൊടുത്തുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും മുകളിൽ ഞങ്ങളാണ്. ഇത് കണ്ടിട്ടാണ് ഇവിടുത്തെ നടിമാർക്കും തന്നെ അമ്മമാർക്കും തന്നെ അയ്യോ എൻ്റെ മോളെ എങ്ങനെയെങ്കിലും നടിയാക്കിയേ പറ്റും. ഇതെല്ലാം ഇങ്ങനെ ഓവറാക്കിയതിൻ്റെ കുഴപ്പമാണ്. അവർ ചെയ്യുന്നതിൻ്റെ 8-1 പാപം ഈ സിനിമ കാണുന്ന എല്ലാവർക്കും ഉണ്ട്. കാരണം ഞാൻ പറയുന്നു, നിങ്ങളാണ് അവർക്ക് നിങ്ങളുടെ പണമാണ് ഇൻഡയറക്ട്ലി വരുന്നത്. ഇപ്പം നിങ്ങളുടെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ എനിക്കൊരു 10 രൂപ കിട്ടുകയാണെങ്കിൽ ഞാൻ പറയുന്നു, എന്നെ സംബന്ധിച്ചോളം പുറമേ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു പരിപാടിയിൽ വരുന്നു, നിങ്ങൾ പൈസ വരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതല്ല, സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഇത്രയും കാലം ആളുകൾ കണ്ട അത് വെച്ചിട്ടായിരിക്കുമല്ലോ ഒരാളെ വിളിക്കുന്നത്. അപ്പോൾ ഈ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു പണം കൊണ്ട് ഞാൻ ഒരുത്തനെ തല്ലാനാണ് കൊടുത്തെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ പ്രേക്ഷകർക്ക് 8-1 പാവം കിട്ടാനുണ്ട്. പണം പ്രേക്ഷകർക്ക് കിട്ടും. കാരണം ഇൻഡയറക്റ്റ്ലി അങ്ങനെയല്ലേ വരുന്നത്. പണം തന്നാൽ നിങ്ങൾക്ക് 8-1 പാവം കിട്ടും. നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു 10,000 രൂപ ഞാൻ ഏതെങ്കിലും ഒരു കുട്ടിയെ പഠിപ്പിക്കാനോ ഏതെങ്കിലും ഒരു കുട്ടിക്കാണ് കൊടുത്തതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നമ്മുടെ ഡീലിങ്സ് ഇവിടെ കഴിഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് 8-1 പുണ്യം കിട്ടും. കാരണം നിങ്ങൾ തന്ന പണമാണ് ഞാൻ കൊടുക്കുന്ന എനിക്കും കിട്ടും. ഈ ഇത്രയും കാലം സന്തോഷ് പണ്ഡിറ്റിന്റെ വീഡിയോ കണ്ടവർക്കും കിട്ടും. കാരണം സന്തോഷ് പണ്ഡിറ്റ് ആക്കിയത് അവരാണ്. അല്ലാതെ ഞാൻ പണ്ട് സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇപ്പം നിങ്ങൾ എന്നെ വിളിക്കില്ല. ഇതേപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സൂപ്പർ സ്റ്റാർ ആയാലും അവരൊക്കെ ചെയ്യുന്ന സൂപ്പർ സംവിധായകനാണെങ്കിലും അവർ ചെയ്യുന്ന എല്ലാത്തിൻ്റെയും 8-1 പുണ്യമോ പാവോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഓവറായി ഇവരെ ബഹുമാനിക്കേണ്ടതല്ല ഞാൻ പറയുന്നത്, ഓവറാക്കണ്ട. അവർ നിങ്ങളെപ്പോലെ ജോലി എടുക്കുന്നവർ അങ്ങനെ വിടുക. അല്ലാണ്ട് ഓണം വന്നാൽ ഹാപ്പി ഓണം, ഹാപ്പി വിഷു, എല്ലാ കാര്യവും ഒരു നടൻ പറയണം, നടി പറയണം. ഇതെന്താ ഇവിടുത്തെ ഒരു കർഷകൻ ഹാപ്പി ഓണം പറഞ്ഞാലാവൂലേ? ഇവിടുത്തെ ഒരു കർഷകനോ ഒരു സയൻറ്റിസ്റ്റ് അല്ലേ, ഇവരൊക്കെയല്ലേ നമ്മൾ, അതേപോലെ സൈനികൻ, ഇവരൊക്കെയാണ് ശരിക്കും സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾ പറയും ഇവർ സിനിമയിൽ പാവങ്ങളെ സഹായിച്ചു, സിനിമയിൽ ആദർശം പറഞ്ഞു. അതെ, സിനിമയിൽ പഞ്ചായത്ത് രക്ഷിച്ചു, സിനിമയിൽ സ്റ്റേറ്റ് രക്ഷിച്ചു. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഒരാളെ ഈ സൂപ്പർ സ്റ്റാറുകൾക്കും സൂപ്പർ സംവിധായകർക്കും കൊടുക്കുന്ന ബഹുമാനത്തിൻ്റെ 10-1 ഇവിടുത്തെ കർഷകർക്കും ഇവിടുത്തെ സൈനികർക്കും ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാർക്കും നിങ്ങൾ പറയുന്ന നേഴ്സിംഗ് അടക്കമുള്ള ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന അവർക്ക് കൂടെ കൊടുക്കുക. അതല്ല നിങ്ങൾ ഓവറായിട്ട് ഇതൊക്കെ പോയോ 8-1 പാവം നിങ്ങൾക്ക് കിട്ടിയിരിക്കും, അത് ഉറപ്പാണ്. ഇപ്പം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ഇത്രയും നല്ല രീതിയിൽ ആളുകളിലേക്ക് ഓരോ മെസ്സേജുകൾ കൊടുക്കുന്നെന്ന് പറഞ്ഞു. ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം ഇവൻ പറഞ്ഞു കുട്ടികൾ പഠിക്കണം, പഠനത്തോടൊപ്പം നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ കഴിവ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് PW എന്ന നല്ലൊരു ജോലി മാറ്റിവെച്ച് സിനിമയ്ക്കായിട്ട് പൂർണ്ണമായിട്ട് ഇറങ്ങി? അതോടൊപ്പം സിനിമയിലേക്ക് ഇറങ്ങിയ സമയത്ത് ഞാൻ നിലനിൽക്കും എന്ന് വിചാരിച്ചിരുന്നു ആ തുടക്ക സമയത്ത്? ഞാൻ ഫസ്റ്റ് സിനിമ റിലീസായി എനിക്കതൊരു ഹിറ്റായതിന് ശേഷമാണ് ഞാൻ റിസൈൻ ചെയ്തത്. അത് പൊട്ടുകയാണെങ്കിൽ ഞാൻ തുടരുമായിരുന്നു. കുറച്ച് ദിവസം ലീവ് എടുത്തിട്ട് അങ്ങനെ ചെയ്തൊരു സാധനമാണ് അത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് രാജിവെച്ചു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്ന് ക്ലച്ചായി എന്ന് കണ്ടപ്പോൾ പിന്നെ വെറുതെ 2 തോണിയും കാലിടണ്ടല്ലോ ഞാൻ പറയുന്നത്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ എന്നോട് പലരും ചോദിച്ചാണ്, എത്രയോ സിനിമാക്കാരുണ്ട്, എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ 5 ലക്ഷം രൂപ ബജറ്റിൽ നിങ്ങൾ ചെയ്തു, ഓക്കെ. അപ്പോൾ ഇനിയും നമുക്ക് ഒരു സിനിമ വിജയിച്ചു, 2 സിനിമ വിജയിച്ചു എന്നതിൻ്റെ അർത്ഥം ജീവിതകാലം മുഴുവൻ വരണമെന്നില്ല, നല്ലൊരു ജോലി കളയണോ എന്ന് ചോദിച്ചപ്പോൾ ഞാനതിന് പറഞ്ഞ മറുപടി, ഇപ്പം നമുക്ക് 40,000 രൂപയാണ് ശമ്പളം. പക്ഷേ ഇപ്പോൾ ഒരു നല്ലൊരു ഷോപ്പിൻ്റെ ഒക്കെ ഒരു ഇനോഗ്രേഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 50,000 രൂപ കിട്ടും, 50-60 കിട്ടും. അല്ല ഞാൻ പറഞ്ഞത് മിനിമം. അപ്പോൾ ഒരു നാട മുറിക്കാൻ ഞാൻ ചിലവാക്കുന്ന 5 മിനിറ്റാണ്, മനസ്സിലാക്കണം. അപ്പം നമുക്ക് കാറ്റുള്ളപ്പോഴല്ലേ തൂറ്റാൻ പറ്റും.
അങ്ങനെയുണ്ട്. അല്ലാതെ ഞാൻ 56-ാം വയസ്സിൽ ഇനി കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എപ്പോഴാണ് റിട്ടയർ ആകുന്നത് അപ്പോൾ എല്ലാവരും എന്നെ വിളിക്കുന്നു പറഞ്ഞാൽ ചിലപ്പോൾ അന്ന് സന്തോഷ് പണ്ഡിറ്റ് ഈ ലെവലാവണമെന്നില്ല. അപ്പോൾ എനിക്ക് അവിടെ ഒരുപാട് നഷ്ടങ്ങൾ അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ശരിയല്ലേ ഞാൻ പറയുന്നത്? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഒരാൾക്കും ഒരു ജോലി കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. കാരണം നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് മേഖലയിലാണ്. എഞ്ചിനീയറിംഗ് മേഖലയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു +2 കിട്ടിയിടാന്ന് വിചാരിക്കാം. അത് ഏപ്രിലും മെയ്യിലും തന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ട് വേണം ജൂണിൽ അവർക്ക് കൈമാറാൻ. അധികം സമയം ഉണ്ടാവില്ല. കാരണം ഈ കുട്ടികൾ പഠിക്കുന്നതിനിടയിൽ അവർ വരുന്നതിനിടയിൽ കൂടെ ഇവിടെ ടാക്ട എന്നൊക്കെ പറഞ്ഞ സൗണ്ടും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പ്രായോഗികതയില്ല. പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ബുക്കൊക്കെ എടുത്തിട്ട് വേണം വരാൻ. കാരണം ഒരു ദിവസം ഇപ്പോൾ 4 സീൻ ഉണ്ടെങ്കിൽ 4 സീനിൽ ഈ കുട്ടി വേണമെന്നില്ലല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞു രാവിലെ 10 മണി വരെ ഷോട്ട് കഴിഞ്ഞു, പിന്നെ ഞങ്ങളൊരു തല്ല് സീനാണ്. കാരണം ഞങ്ങൾക്ക് ഡേ ടൈമിൽ എടുക്കണം. പിന്നെ രാത്രിയാണ് ഈ കുട്ടിയുടെ സീൻ വരുന്നത്. ഞാൻ പറയും മോളെ 10 മുതൽ 5 മണി വരെ ഇല്ല. എന്ന് വെച്ചിട്ട് ഇപ്പോൾ കോട്ടയത്തുള്ള ഒരു കുട്ടീനോട് നീ ഇപ്പം നീ കോട്ടയം പോയിട്ട് തിരിച്ചു വന്നോ എന്ന് പറയാനുള്ള സമയമില്ല. അപ്പോൾ ശരി, ശരി, ഞാൻ ഫേസ്ബുക്ക് ലൈവ് ഇതൊക്കെ ഈ കുട്ടി ഇനിയിപ്പോൾ ചെയ്യാൻ സാധ്യതയില്ല, ഒന്നും നടക്കില്ലായിരുന്നു പഠിച്ചോറ്. അപ്പോൾ കുട്ടികൾ ചോദിക്കും രാവിലെ ആരെയും പഠിക്കും. അപ്പം എന്ത് രാവിലെ പഠിച്ചു ആകാശം ഇടിഞ്ഞു വീഴുമോ? ഒന്നുമില്ല, നിങ്ങൾ വെറുതെ വെറുതെ. ഞാൻ പറഞ്ഞു മോളെ സിനിമ ഇന്ന് വരും, നാളെ പോകും. നിനക്ക് നീ പഠിക്കുന്ന വിദ്യാഭ്യാസം ഉണ്ടാവും. നാളെ ഒരു സ്ഥലത്ത് പോയിട്ട് ചെന്നാൽ എനിക്കൊരു ജോലി തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏതൊരു മനുഷ്യനും ചോദിക്കും നിങ്ങൾ ഇതുവരെ എന്ത് ചെയ്തു എന്നല്ലേ ചോദിക്കുള്ളൂ. അപ്പം നമ്മൾ പറയണേ ഞാൻ 10 ആൽബം ചെയ്തു, പുറത്തിറങ്ങാത്ത 2 തമിഴ് സിനിമയിൽ അഭിനയിച്ചു, വെബ് സീരീസിൽ അഭിനയിച്ചു, 4 സിനിമയിൽ നായിക, എന്തോ ആവട്ടെ, നിനക്ക് അറിയാവുന്ന ജോലി എന്താണെന്നല്ലേ അയാൾ ചോദിക്കുക ഉള്ളൂ. അപ്പോൾ അയാൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്താണ്? ഞാൻ എല്ലാ കുട്ടിയോടും പറയട്ടെ, അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നുകിൽ M.Com + ടാലിയാണ്, അല്ലെങ്കിൽ BSc നഴ്സിംഗ് കഴിഞ്ഞു, MBA എന്തെങ്കിലും, ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു +2 അല്ല, അത് എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസം ഉള്ളൊരു മനുഷ്യനല്ലേ. ഒരു പുരുഷനാണെങ്കിൽ നമ്മളെന്താ ചോദിക്കുക, ഡ്രൈവറുടെ ആ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ പഠിക്കണമല്ലോ. നിങ്ങൾക്ക് സിനിമാ പ്രാന്തുണ്ട്, നിങ്ങൾ എന്തോ കാട്ടിക്കൂട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, അത് നല്ല കാര്യമാണ്. ഞാനൊരു ജോലി തന്നെ നിങ്ങൾക്ക് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള വിവരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യത്തിലല്ലോ വരുന്നത്. അപ്പം ഞാൻ പറയും നിങ്ങൾക്ക് വിദ്യാഭ്യാസം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപൂർവം ഒരു കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്, പഠിക്കാൻ പഠിത്തിട്ടാ ഇതിലേക്ക് വരുന്നത്, എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് പഠിക്കുന്നത് പറഞ്ഞ് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് വേറെ ആരും പറയത്തില്ല. സന്തോഷേട്ടാ, ഞാൻ പല കുട്ടികളോടും പറയുന്നൊരു കാര്യം, നമ്മളിപ്പോൾ ഒരു കൃഷി സ്ഥലമാണെന്ന് വിചാരിച്ചോ, നമ്മളവിടെ കൃഷി ഇറക്കുന്നത് എങ്ങനെയാണ്? അതിപ്പോൾ നമ്മളൊരു 5 ഏക്കർ സ്ഥലം വാങ്ങുന്നു, അവിടെ വിത്തിട്ട് പിറ്റേ ദിവസം മുളയ്ക്കും. കുട്ടികളുടെ ഉത്തരമാണ്. ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല. നിങ്ങൾ 5 ഏക്കർ സ്ഥലം വാങ്ങുന്നു, അവിടെ ആദ്യം വെള്ളം ഒഴിക്കണം, ആരെങ്കിലും വെച്ചൊന്ന് കിളയ്ക്കണം, ആദ്യം കിളച്ചിട്ട് വെള്ളം ഒഴിക്കണം. അല്ലാതെ നിങ്ങൾ 5 ഏക്കർ സ്ഥലം വാങ്ങിച്ചാൽ അവിടെ വിത്തിട്ടാലും മുളയ്ക്കൊന്നുമില്ല. എന്നിട്ട് ചെയ്യുമ്പോഴാണ് മുളയ്ക്കുന്നത്. ഇതുപോലെ ഒരു വ്യക്തി സിനിമയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് വേണം? ഞാൻ ഈ 5 ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസമാണ്. നിങ്ങൾ ഒരു വശത്തിലൂടെ വിദ്യാഭ്യാസം മറക്കാതെ വിദ്യാഭ്യാസം നടത്തുക, എന്നിട്ട് നിങ്ങൾ നല്ലൊരു സ്റ്റാൻഡിലെത്തും. അല്ല, ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസപരമായി അതിനുള്ളിലൂടെ ശനിയും ഞായറും, അല്ലെങ്കിൽ ഓണാവധിയുണ്ട്, ക്രിസ്മസ് അവധിയുണ്ട്, നമ്മൾ ഏപ്രിലും മെയ്യും ഉണ്ട്, അതും അല്ലെങ്കിൽ ഞായറാഴ്ചയുണ്ട്. ഈ ദിവസങ്ങളെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ അധികം ലീവ് എടുക്കാതെ, എൻ്റെ മനസ്സിലുള്ളൊരു സാധനം ഞാൻ പറയുന്നത്, എന്നിട്ട് നിങ്ങൾ ആൽബോ എന്തിലൊക്കെ പോയി അഭിനയിച്ചോ, വിദ്യാഭ്യാസം കളയരുത്. എന്നിട്ട് നിങ്ങൾ കൃത്യമായി ഒന്നുകിൽ BSc നഴ്സിംഗോ അല്ലെങ്കിൽ MBA, ഞാൻ പറയുന്നത് കഴിയുന്ന പ്രൊഫഷണൽ കോഴ്സസ് ഞാൻ പഠിപ്പിക്കുമ്പോഴും കുട്ടിയോട് അതിനെ പറയാം, കുറേ കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ അങ്ങനെ വരുമ്പോൾ എന്താണ്? എന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഫുൾ ടൈം സിനിമയിലേക്ക് ഇറങ്ങിക്കോ. എന്നിട്ട് നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നും ആയില്ല, നിങ്ങൾ 2-3 വർഷം നിങ്ങൾക്ക് എന്നെ കൊടുത്തു, പലരിടത്തും പോയി അവസരം ചോദിച്ചു, വാട്ടവർ. പക്ഷേ 3-4 വർഷമായിട്ട് ഒന്നും ആയില്ല. നിങ്ങൾക്ക് തിരിച്ചു പോയി ചേട്ടാ ജോലി തരുമോ എന്ന് ചോദിച്ചാൽ അയാൾ പറയും എന്താ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ചേട്ടാ ഞാൻ M.Com + ടാലിയാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരു അക്കൗണ്ടൻ്റെ ജോലിയുണ്ട്. അല്ലെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ ഞാൻ ഡ്രൈവിംഗ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇന്നത് കഴിഞ്ഞു, ഓക്കെ എന്നാൽ അവന് മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് പോയിക്കോളൂ, ഇതല്ലേ MBA കഴിഞ്ഞല്ലേ, MCA കഴിഞ്ഞല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ അതേസമയം നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, നിങ്ങൾ സിനിമാ പ്രാന്തം കൊണ്ട് നടന്നു, അവസാനം നിങ്ങൾ സിനിമയിലൊന്നും എത്തുന്നില്ല, നിങ്ങൾ എന്താകും? നിങ്ങൾ പുറത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല ജോലിയും കിട്ടും. ഈ സിനിമ പോലെയാണ് രാഷ്ട്രീയം വരുന്നല്ലേ. MGR, രജനീകാന്ത്, കമലഹാസൻ, ഇപ്പം വിജയ് തന്നെ എടുത്തു നോക്കിയാലും ഇവർ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്നുണ്ട്. അതിൽ സന്തോഷമായിട്ട് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഈ നടന്മാരിൽ നിന്ന് വിജയ് എങ്ങനെ വ്യത്യസ്തനാവുന്നു? വിജയ് ഇതിനു മുമ്പ് തന്നെ ചെറിയൊരു സാമ്പിൾ ഡോസ് ഇട്ടിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ തമിഴ്നാട്ടിൽ. അദ്ദേഹത്തിൻ്റെ പേരല്ല, അദ്ദേഹമാണ് അതിൻ്റെ പിന്നിലെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷേ അദ്ദേഹം പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടി ഒന്നും പറയാതെ അതിൽ വരുന്ന ആളുകൾ അവിടെയൊക്കെ പോയിട്ട് അദ്ദേഹം പറയുന്ന എല്ലാ കാര്യവും ഞാൻ നടത്തി തരുമോ അല്ലെങ്കിൽ നടത്തിയില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു സാമ്പിൾ ഡോസ് ഇടുകയും 100-ലധികം മെമ്പേഴ്സിന് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുമുണ്ട്. അദ്ദേഹം ഒന്നുകൂടെ പഠിച്ചിട്ടാണ് കളിക്കുന്നത്. അദ്ദേഹം അടുത്ത നിയമസഭയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഒരു കംപ്ലീറ്റ് പരാജയമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു 10-20 സീറ്റൊക്കെ അദ്ദേഹത്തിന് കിട്ടും. മാത്രമല്ല ADMK ഈടെയായിട്ട് കുറച്ച് പുറകിലാണ്. അപ്പോൾ അവിടെ DMK ADMK ആണ്. അപ്പോൾ DMK ആയിട്ടൊരു കട്ടയ്ക്കുള്ള ഒരു അടി
അദ്ദേഹം നടത്തും. കാരണം അവിടെ ഒരു ഗ്യാപ്പുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ ഗ്യാപ്പ് ഇന്ന് തമിഴ്നാട്ടിലുണ്ട്. അദ്ദേഹം വളരെ ബുദ്ധിമുട്ടും കളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറ്റും. അതല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിൻ്റെയും പ്രധാനം ജെന്യൂനിറ്റിയാണ്. നിങ്ങൾ അതിൽ എത്രമാത്രം ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ നല്ലൊരു നടനാണ്, പക്ഷെ നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയം വേറെയല്ലേ. അത് അദ്ദേഹം എങ്ങനെ കളിക്കുന്നു, വ്യത്യാസമുണ്ടല്ലേ. യെസ്, അത് അടുത്ത നിയമസഭ മുതൽ അദ്ദേഹം എങ്ങനെ ചെയ്യുന്നുള്ളത് നോക്കണം. സന്തോഷമായിട്ട് ഒരുപാട് ചെറുപ്പക്കാർ ഇന്ന് സിനിമയിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഒരു എക്സ്പീരിയൻസ് വെച്ച് സന്തോഷം എന്ന് പറയുന്ന വ്യക്തിക്ക് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ള മറുപടി എന്തായിരിക്കും? ഞാൻ പറഞ്ഞു, വിദ്യാഭ്യാസം കളഞ്ഞ് ദയവ് ഇത് വരരുത്. വളരെ ടഫാണ്. ഒരു 5 ലക്ഷം ആളുകളുടെ ഒരു ഓട്ട മത്സരത്തിൽ നിങ്ങളും കൂടെ പങ്കെടുക്കുന്നു. ഒരു 5 പേർക്ക് വിജയിക്കുന്നുള്ളൂ എങ്കിൽ എങ്ങനെയാണ് ഇവർ? അതുകൊണ്ട് നിങ്ങൾ അവനവൻ്റെ വിദ്യാഭ്യാസം കറക്റ്റാക്കിയിട്ട് ഒരു 3-4 വർഷം നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുക. അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്യുക. കഴിയുന്നു നിങ്ങൾ നിങ്ങളെ വീട് വിൽക്കുന്നു, നിങ്ങളെ കയ്യിലെ പൈസയ്ക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെറുത് ചെയ്ത് പ്രൂവ് ചെയ്യാം. അതാണ് നല്ലത്. വേറൊരുത്തൻ്റെ സിനിമയിൽ കിട്ടുന്നതിലൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ പെൺകുട്ടികളാണെങ്കിലും എല്ലാവരും മോശക്കാരല്ല, കുറച്ച് നല്ല ആളുകളൊക്കെ ഉണ്ട്. അവരെ കണ്ടെത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ തന്നെ ബുദ്ധിയാണ്. അപ്പോൾ അത് അവരുടെ ഫോൺ കോളായാലും അതൊക്കെ തന്നെയുള്ളൂ. അത് വെച്ചിട്ട് നല്ല ആളുകളുടെ സിനിമയിൽ വരിക. അതല്ല എങ്ങനെയെങ്കിലും നടിയായാൽ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണോ അതേപോലെ തുടരുക. ലൈവായ സമയത്ത് ആരോടൊന്നും പറയണ്ട. കാരണം പിന്നെ പവർ 15 അവിടെ കൊണ്ട് തീരുമാനം എടുക്കും. ഇവള് വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കരിയർ പോയി. നല്ല സമയത്ത് ആരും 20 കൊല്ലത്തിന് ശേഷം പീഡിപ്പിച്ചവരുടെ ലിസ്റ്റ് കൊടുക്കുക. പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ എന്തുവാ? കേരള ലൈവ് എന്നാണ് വർക്ക് നടക്കുന്നു. 12ാമത്തെ സിനിമയാണ്. 5 ലക്ഷം രൂപ ബജറ്റിൽ എല്ലാ വർക്കും ഞാൻ തന്നെ ചെയ്യുന്നു. 5 ലക്ഷത്തിന് മാറ്റമില്ല, അതിന് എത്ര കാലഘട്ടം കഴിഞ്ഞാലും എസ്റ്റിമേറ്റഡ് എമൗണ്ട് ആണ്. സന്തോഷേട്ടാ, അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് അറിവുകൾ പറഞ്ഞു തന്നു, എന്താണ് മലയാള സിനിമയിൽ നടക്കുന്നതെന്ന് പറഞ്ഞു. ഒത്തിരി സന്തോഷം. നാളത്തെപ്പറ്റി പ്രെഡിക്റ്റ് ചെയ്യുവാണെങ്കിൽ ഒരുപക്ഷെ ഈ ഇന്റർവ്യൂ വൈറലായി മാറട്ടെ അല്ലേ, ആളുകളിലേക്ക് എത്തട്ടെ. ഉറപ്പായും എത്തിയിരിക്കും.